ഈ 62-ലെ ഞാൻ ഇത്രയും കാലം വായിച്ച പലപ്പോഴും വ്യത്യാസമുള്ളൊരു എഴുത്തായിരുന്നു അങ്ങയുടേത്. ആ പുസ്തകത്തിൽ ആണ് ഇന്ത്യയുടെ ഫോർവേഡ് പോളിസി ഈ യുദ്ധത്തിന് കാരണമായി എന്നുള്ളത് വായിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? 1950-കളിൽ നമ്മുടെ ഒരു നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചൈന ഭായ് ഭായ് എന്നും പറഞ്ഞൊരു സമയം രണ്ട് രാജ്യങ്ങൾ ഒരു നല്ല ബന്ധം ഇതുണ്ടായിരുന്നു. ടിബറ്റിൽ സംഘർഷം വന്നു. ടിബറ്റിൽ അവർ ആ ഒരു ജനത, ടിബറ്റൻ ജനത എന്ന് പറഞ്ഞാൽ അവരൊരു ഒരു ഒരു പ്രിമീവൽ ഫ്യൂഡൽ സൊസൈറ്റി ദലൈലാമയെ ഭക്തിയോടെ കണ്ട് ആ ഒരു രീതിയിൽ. അപ്പോൾ അവരുടെ മുകളിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്കും അവിടെ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. അത് അമർച്ച ചെയ്യാനായിട്ട് അവരെ കൂടുതൽ സേന അയച്ചു. അവിടെ ഒരു ഫുൾ സ്കെയിൽ വിപ്ലവവും അത് അടിച്ചമർത്തലായപ്പോൾ ദലൈലാമ ഇന്ത്യയിലേക്ക് വന്നു. ദലൈലാമ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ സ്വീകരണം കിട്ടി. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് ആദ്യമായിട്ട് രക്ഷപ്പെട്ട് വരുന്ന ഒരു മതനേതാവെന്നുള്ളതുകൊണ്ട് ലോകശ്രദ്ധ മുഴുവൻ ആകർഷിച്ചു. ഇന്ത്യയിലും ധാരാളം ദലൈലാമയെ പ്രകീർത്തിച്ചുള്ളതുണ്ടായി. അങ്ങനെയാണ് ആദ്യത്തെ വിള്ളൽ വീഴുന്നത്. രണ്ടാമതായിരുന്നു അക്സായ് ചിൻ. 1957 ചൈന അതിലെ ഒരു റോഡ് പണിതുവെന്നും പറഞ്ഞ് ഇട്ടപ്പോൾ തൊട്ട് പ്രശ്നമാണെന്ന് മനസ്സിലായിരുന്നു. അത് നെഹ്റു കഴിയുന്നത്ര ഡിപ്ലോമാറ്റിക് രീതിയിൽ പരിഹരിക്കാൻ നോക്കി. പക്ഷേ 1959 ഒരു തീരുമാനം പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലെടുത്തിരുന്നു. ആ മേഖലയിൽ ഫോർവേഡ് പെട്രോളിംഗ് പാടില്ല. വി ഡു നോട്ട് നോ ഫോർ ഷുവർ ഹൗ മച്ച് ബിലോങ്സ് ടു അസ് ആൻഡ് ഹൗ മച്ച് ബിലോങ്സ് ടു ദം. അതാണ് പ്രിസൈസ് വേർഡ്സ്. പക്ഷേ ഈ തീരുമാനമെടുത്ത് ഒരു മാസത്തിനുള്ളിൽ IB, അന്ന് BN മുല്ലിക് എന്ന് പറഞ്ഞ ഒരാളാണ് IBയുടെ ആൾ, ഒരു ടീമിനെ അയച്ചു കൊങ്കാല പാസിലേക്ക്. അവർ ചൈനയായിട്ട് ക്ലാഷ് ചെയ്തു. കുറച്ച് പേര് മരിച്ചു കഴിഞ്ഞിട്ടും കുറേ പേരെ തടവുകാരാക്കുകയും ചെയ്തു. തടവുകാരെ വിട്ടയക്കാനും മരിച്ചവരുടെ ഡെഡ് ബോഡി കൊടുക്കാനും സമയമെടുത്തു. അപ്പോഴത്തേക്കും ജനരോഷം അടയ്ക്കെത്തി. ഇങ്ങനെയാണ് ആ ഒരു പ്രശ്നം വഷളാകുന്നത്. നെഹ്റുവും ചൗൻലായും തമ്മിലുള്ള ആ ഒരു എഴുത്തുകുത്തുകൾ അവിടെ അവസാനിക്കുന്നു. 1960 അദ്ദേഹം ഇവിടെ വന്നെങ്കിലും ആ ചർച്ച പൂർണ്ണമായിട്ട് ഫെയിൽ ചെയ്തു. കാരണം അക്സായ് ചിൻ നമ്മുടെ ആണെന്നുള്ളൊരു സ്ട്രോങ് സ്റ്റാൻഡിൽ നമ്മൾ എടുക്കുന്നു. ഒരു അതേ ഇതിൽ പോയിട്ട് മ്യാൻമാറുമായിട്ടും നേപ്പാളുമായിട്ടും ചൗവൻലായ് ബൗണ്ടറി ഉടമ്പടി ഒപ്പിട്ടു. നമ്മളായിട്ട് മാത്രമാണ് ഒപ്പിടാതെ പോയത്. അതിൻ്റെ അമർഷം ചൗവൻലായ്ക്ക് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് അക്സായ് ചിൻ്റെ നമ്മൾ ഫോർവേഡ് പോളിസി നടത്തുന്നത്. അപ്പോൾ നമുക്കൊരു തർക്കഭൂമി ഉണ്ടെങ്കിൽ അവിടെ കയറ്റി നമ്മൾ വീട് പണിയുകയാണെങ്കിൽ എതിരിയിരിക്കുന്നതും വെറുതെ ഇരിക്കുമോ? ഇല്ല. ചിലപ്പോൾ കോടതിയിൽ പോയേക്കും, അവന് അത്യാവശ്യം കൈവ് കൊണ്ടുപോയി പൊളിച്ച് കളഞ്ഞേക്കും, ചിലപ്പോൾ നമ്മളെ കയറി തല്ലിയേക്കും. ചൈന അതാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ഫോർവേഡ് പോളിസിയുടെ കാര്യത്തിൽ നമുക്കൊരു വലിയൊരു അബദ്ധം പറ്റി. പക്ഷെ അതിൽ മാവോൻ്റെ ജീനിയസ് എന്തായിരുന്നു വെച്ചാൽ സംഘർഷം മുഴുവൻ നടന്നത് ലഡാക്കിലായിരുന്നു. പക്ഷേ മാവോ യുദ്ധം നടത്തിയ മുഴുവൻ കിഴക്കൻ മേഖലയിലായിരുന്നു. കാരണം അവിടെയാണ് ഇന്ത്യക്ക് നല്ലൊരു അടി തരാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അവർ ആസാം വരെ എത്തിയത്. അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. അവർ മക്മോഹൻലോൻ്റെ പുറകിൽ തന്നെയാണ് ഇപ്പോഴും. അതിൽ യാതൊരു സംശയമില്ല. മക്മോഹൻ എങ്ങനെ വരച്ചിട്ടുണ്ടോ അതിൻ്റെ പുറകിൽ തന്നെയാണ്. അവരെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അവരുടെ പട്ടാളം ഇങ്ങോട്ട് വരുന്നു.